യേശുവിൻ്റെ കൂട്ടായ്മയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും അനുഗ്രഹത്തിൻ്റെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു. നമ്മുടെ അവസ്ഥ തന്നെയാണ് പ്രവാചകൻ ദൈവത്തോട് വിളിച്ചു പറയുന്നത്. നാം ഇന്ന് എന്തായിരിക്കുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പ്രവാചകൻ കർത്താവിനോട് പറയുകയാണ്, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവുമുള്ളവൻ ഇതാ അങ്ങയുടെ നിലവിളിക്കുക. കർത്താവെ, ഞങ്ങളുടെ നിലവിളിക്ക് നീ മറുപടി നൽകണമേ. ഈ ലോകത്തിലായിരിക്കുന്ന ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ഈ സഹനങ്ങളെ അതിജീവിക്കണമെന്ന് അറിയാതെ ലോകത്തിൻ്റേതായ രീതിയിൽ നിന്നോട് യാചിക്കുമ്പോൾ, കർത്താവേ, നീ കാതു തുറന്ന് ഞങ്ങളെ നീ കേൾക്കണമേ. ഞങ്ങളുടെ ആകുലതകൾ നീ മാറ്റണമേ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളോടൊപ്പം യാത്ര ചെയ്ത അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരികയും നമ്മളോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്ത യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയാലും എൻ്റെ ഒരു സഹായകൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു വാഗ്ദാനം പോലെ ദൈവമായ കർത്താവ് 365 പ്രാവശ്യം ഒരു വർഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെയെല്ലാം വാഗ്ദാനങ്ങൾ നമ്മൾക്ക് തന്നിട്ടും അതൊന്നും വിശ്വാസത്തിൽ ഏറ്റെടുക്കാതെ ലോകത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ ചരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ നിലവിളിക്കുകയാണ്. അത് ബാറൂക്ക് പ്രവാചകൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, തളർന്ന ഹൃദയവും ദുഃഖിതമായ ആത്മാവുമുള്ള ആൾക്കാർ നിൻ്റെ മുന്നിൽ നിലവിളിക്കുന്നു കർത്താവേ എന്ന്. നമ്മുടെ നിലവിളികൾക്ക് ഇന്ന് ഒരു ഉത്തരം ലഭിക്കും. നീ ഉറച്ചു വിശ്വസിച്ചാൽ മതി, നീ ഉറച്ചു നിലവിളിച്ചാൽ മതി. പിതാവായ ദൈവമേ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ നിലവിളിക്കുന്നത്. അവൻ്റെ നിലവിളി നീ കേട്ട് അവനെ നീ അനുഗ്രഹിച്ചതുപോലെ അവൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമായ കർത്താവ് അവനു വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത് പോലെ ഈ പാപിയും ബലഹീനനുമായ എൻ്റെ അവസ്ഥയിലും കർത്താവെ നീ ഇടപെട്ട് എന്നെ അനുഗ്രഹിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ നീ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നീ അനുഗ്രഹിക്കാൻ വേണ്ടി എൻ്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴും ഉള്ളതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. മക്കളെ നീ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. അവരെ നിൻ്റേതാക്കി മാറ്റുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ലോകസമാധാനത്തിനും കുടുംബസമാധാനത്തിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പൂർണ്ണ സംതൃപ്തിയോടെ എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നീ ദൈവസന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ പ്രശ്നങ്ങൾ നിന്നെ വിട്ടകലും. നീ ഒന്നിനെ ഓർത്തും ആകുലപ്പെടുകയില്ല. ഈ ദിവസം നിങ്ങളുടെ ജീവിതം
ഒരു മാറ്റത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ദൈവം തൊടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായ സ്നേഹനിധിയായ യേശു ക്രിസ്തുവിൻ്റെ, ജീവനുള്ള ദൈവമായ യേശുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.